ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് കേരളത്തിന് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖം, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസം, മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം എന്നിവയ്ക്കായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും കേരളം ആവശ്യപ്പെടുന്നു. എയിംസ്, സിൽവർ ലൈൻ പദ്ധതി, അങ്കമാലി ശബരി റെയിൽപാത ഉൾപ്പെടെയുള്ള മുൻകാല ആവശ്യങ്ങളിലും കേരളം അനുകൂല നിലപാട് പ്രതീക്ഷിക്കുന്നു. റവന്യൂ ചെലവിന്റെ 64% സ്വന്തം വരുമാനത്തിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ കണ്ടെത്തുന്നത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത്, നികുതിയിൽ ഉണ്ടായ കുറവ് എന്നിവ മൂലം സംസ്ഥാനം നേരിടുന്ന വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും പണക്ഷാമവും പരിഹരിക്കാൻ 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നതാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം. GST സമ്പ്രദായം പൂർണ്ണ സജ്ജമാകുന്നതുവരെ GST നഷ്ടപരിഹാര വ്യവസ്ഥ തുടരണമെന്നും സംസ്ഥാനം ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടത്തുന്ന, സംരക്ഷണ പദ്ധതികൾ നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് 300 കോടിയെങ്കിലും നമ്മുടെ പ്രവാസികളെ സംരക്ഷിക്കാനുള്ള പദ്ധതിക്കായിട്ട് മാറ്റിവെക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്കായി 5,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണം. VGF-ൽ നിലപാട് മാറ്റം എന്നിവ സംസ്ഥാനത്തിന്റെ പ്രതീക്ഷയിലുള്ളതാണ്. മുണ്ടക്കൈ ചൂരൽമലയുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് 2,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് കേരളത്തിന്റെ ആവശ്യം. അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി 3.5% ഉയർത്തണം. സർക്കാർ സ്ഥാപനങ്ങളും കമ്പനികളും എടുക്കുന്ന വായ്പകളെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുന്ന കേന്ദ്ര നിലപാട് തിരുത്തണമെന്നും കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെടുന്നു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വായ്പാ പ്രശ്ന പരിഹാരത്തിനായി 6,000 കോടി രൂപയുടെ വായ്പയെടുക്കാൻ അനുവദിക്കണമെന്നും കേരളം ആവശ്യപ്പെടുന്നു. കേന്ദ്ര സർക്കാർ നൽകുന്ന കാപെക്സ് വായ്പ അനുവദിക്കുന്നതിന് ബ്രാൻഡിംഗ് വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്ന രീതി പുനഃപരിശോധിക്കണം. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ശാശ്വത പരിഹാരത്തിനായി 4,500 കോടി രൂപ നീക്കിവെക്കണം. കേരളത്തിന്റെ തീരശോഷണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ 11,650 കോടി രൂപയുടെ സമഗ്ര പദ്ധതി പ്രഖ്യാപിക്കണം. മനുഷ്യ വന്യജീവി സംഘർഷം അതീവ ഗുരുതരമായി മാറുന്ന സാഹചര്യത്തിൽ പരിഹാര പദ്ധതികൾക്കായി 1,000 കോടി രൂപയുടെ പാക്കേജ് വേണം. റബ്ബറിന് താങ്ങുവില ഉറപ്പിക്കാൻ 1,000 കോടി രൂപയുടെ വിലസ്ഥിരതാ ഫണ്ട് പ്രഖ്യാപിക്കണം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലെ കേന്ദ്രവിഹിതം 75% ഉയർത്തണം. ഇതിനു പുറമെ എയിംസ്, സിൽവർ ലൈൻ പദ്ധതി, അങ്കമാലി ശബരി റെയിൽപാത തുടങ്ങിയ മുൻകാല ആവശ്യങ്ങൾ ഇത്തവണയും സംസ്ഥാനം കേന്ദ്രത്തിനു മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.